ഇവിടുത്തെ വി ഐ പി ഡ്രൈവറായിരുന്നു. അതായത് അബി എന്ന് പറഞ്ഞാൽ വി ഐ പി ഡ്രൈവർ. വേറെ പോണെങ്കിൽ അംബാസിഡർ എടുത്തിട്ട് അബിയാണ്. തൻ്റെ പൊന്നുമോൻ ഇങ്ങനെ ആയിപ്പോയി. നല്ല അവസ്ഥ. ഹായ്. അപ്പോൾ ഞാനും നവജോതു മുമ്പായിട്ട് വീഡിയോയിൽ പറശ്ശിനി പോയിട്ട് വരുന്നതിൻ്റെ അതിൻ്റെ ബാക്കി വരുന്നതാണ്. പറശ്ശിനിയിൽ നിന്ന് വരുന്ന വരുത്താണ്. അപ്പോൾ നമ്മളിവിടെ ഒരു അവിനാശ് ചേട്ടനുണ്ട്. അവിനാശ് ചേട്ടൻ നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മളിവിടെ എപ്പോൾ കേരബ്രോ ചാനൽ തുടങ്ങിയവരോ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ തന്നെ. ഇപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയവരും അവിയേട്ടൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിനാട്ടിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരണം തോന്നി. അവിയേട്ടൻ്റെ ഒരു ജീവിത സാഹചര്യവും നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇവിടേക്ക്. അപ്പോൾ അവിയേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് കയറാം. വേട്ടാ എടാ എന്നാലോടി സ്കൂളിലല്ലേ ഇന്ന്? ഇതാണ് അവിനാശ് ചേട്ടൻ, നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കൂടെ തന്നെ ഉള്ളത്. അത് അപ്പോൾ ചോറ് ചേട്ടാ ചോറ് തന്നെ. പിന്നെ നമ്മൾ പറശ്ശിനിക്ക് പോയിട്ട് വരുന്ന വരുത്താ ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ഇതാണ് അവിനാശ് ചേട്ടൻ്റെ വീട്. ചേച്ചി അപ്പോൾ ചേട്ടാ എന്തെല്ലാം വിശേഷം? വേറെ അതല്ലേ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചാനൽ തുടങ്ങിയവരെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വിചാരിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അന്ന് എല്ലാവരും സമയമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങാൻ ഒരു സമയം ഉണ്ടായി കണക്കാ ഇവിടെ വരാൻ. ഇപ്പോൾ ഇതായിരിക്കും കറക്റ്റ് സമയം, അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിനാശ് ചേട്ടൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ വാച്ചോണം അവിനാശ് ചേട്ടൻ ലോട്ടറി വിൽക്കലാണ് ഇപ്പം. വീൽ ചെയറിലാണ് പോവാ. ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിൽ ചെക്കിയാട്ടാണ് വെക്കല്. മുല്ലക്കോട് റോഡ്. മുല്ലക്കോട് റോഡിന് തട്ടടിയുണ്ട്. അവിടെ പോയി ഇരിക്കല്. ഉച്ചയ്ക്ക് ശേഷം രാവിലെ പോകാൻ കഴിയില്ല. ഒരു 7 മണിയാകുമ്പോൾ തിരിച്ചു വരും സന്ധ്യക്ക്. കുറച്ച് ലോട്ടറി പോകും. സംസാരിക്കാൻ അന്ന് വിളിച്ചേരം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ. ഇപ്പം കുറച്ച് ഇതായിരുന്നു. ശ്വാസം മുട്ടും. ഭക്ഷണം കഴിച്ച സമയത്ത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമെല്ലാം മൂക്കിലോട്ട് വരുകയും ചെയ്യും. ഇപ്പം ഇത് അസുഖം വന്നിട്ടിപ്പം കുറെ 10 വർഷം ആയില്ലേ? കിടപ്പിലായിട്ട് 10 വർഷമായി. 2004 സൗദിയിലുണ്ടായി. അവിടെ നിന്നാണ് അസുഖത്തിന് തുടക്കം. അതിന് ശേഷം നമ്മൾ ബസ്സിൽ നമ്മളെ റൂട്ടിൽ പൗണ്ടർക്കടവ് ബസ്സിൽ അവിനാശ് ചേട്ടൻ അതിന് മുമ്പിൽ മുന്നേ ഉണ്ടായിരുന്നു. അതെ. പിന്നെ അതിന് ശേഷം എന്താ പറയുക, നമുക്ക് ഓരോന്ന് വരുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓരോ സമയത്ത് ഓരോന്ന് വരുന്നതൊക്കെ. പക്ഷേങ്കിൽ ആദ്യം തന്നെ ഞാൻ അവിനാശ് ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു അസുഖം വരുമ്പം പോലും നമ്മൾ തളരുന്ന ആൾക്കാരുടെ നാട്ടിൽ അവിനാശ് ചേട്ടൻ ഞാൻ പല പ്രാവശ്യവും ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരമല്ല അവിനാശ് ചേട്ടൻ പറയുന്നത് എനിക്ക് വേറെ ഹെൽപ്പൊന്നും വേണ്ട, എനിക്ക് ദിവസം ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ എന്നെ ഒന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് അവിനാശ് ചേട്ടൻ എപ്പോഴും പറയല്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. അതിലൊരു എന്താ പറയട്ടെ അറിയില്ല. അപ്പോൾ ഞാൻ അധ്വാനിക്കാൻ റെഡിയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ള ശക്തി കൊണ്ട് അധ്വാനിക്കാൻ ഞാൻ റെഡിയാണ്. പൈസ വേണ്ട. അല്ല, നിങ്ങൾ അന്ന് പെട്ടെന്ന് സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞപ്പാട് ഞാൻ ഇങ്ങനെ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി അവിനാശ് ചേട്ടാ വരുന്നു പറയാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ അതിൻ്റെ മുന്നിൽ ഇതാ ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് പിന്നെ അടുത്തത് പറഞ്ഞത് ഞാനൊരു മെസ്സേജ് ഗൂഗിൾ പേയിൽ ഒരു പൈസ അയച്ചിട്ടുണ്ട്, നീ അത് ആ മക്കൾക്ക് കൊടുക്കണേന്ന് പറഞ്ഞത്. പിന്നെ അതെൻ്റെ ഉത്തരവാദിത്തം. എന്നുവെച്ചാല് എന്നോടൊക്കെ ഉണ്ടാവില്ല, നല്ല ഉള്ളതല്ലേ. അതെ ഒരു പ്രീതം നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. പിന്നെ വെച്ചാൽ ഞാൻ അതുപോലെ എൻ്റെ ജീവൻ തിരിച്ചിട്ട് അതുപോലെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടാകും. അതിലൊരാൾ 10 രൂപ വരെ അയച്ചതുണ്ട്. 10 രൂപ അയച്ചതുണ്ട്. ആ 10 രൂപ ഒക്കെ ഏറ്റവും വലിയ വില. അതെ തീർച്ചയായിട്ടും. നമ്മൾ അതേപോലെ തന്നെ അവിനാശ് ചേട്ടൻ്റെ കുറേ സുഹൃത്തുക്കളാണ് എല്ലാവരുടെയും പോകാനും വരാനും എല്ലാം. വീട്ടിലെത്തിയാൽ എൻ്റെ ഭാര്യ പുറത്ത് പോയാൽ ഞാൻ ഇത്ര ധൈര്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ ഇത്ര ധൈര്യത്തിന് ഞാൻ പുറത്ത് കൈ ഒന്നും പറ്റില്ല. അപ്പോൾ ഇത്ര ധൈര്യത്തിന് ഞാൻ പുറത്ത് പോകണമെങ്കിൽ ചുറ്റും നല്ല സുഹൃത്തുക്കളുണ്ട് എന്നുള്ള എൻ്റെ ധൈര്യമാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് പുറത്ത് പോകാനുള്ള ധൈര്യം കിട്ടുന്നത്. ഇത്രയും വരെ ഇതാക്കും അല്ലേ? അതടച്ച്
കൈ പിടിക്കും. ആ ആ ആ ബാക്കിൽ നിൽക്കണോ വേണ്ടല്ലോ. അവരുണ്ട് കേട്ടോ, എല്ലാവരും കട്ടക്ക് ഒപ്പരുണ്ട്. ടിക്കറ്റ് നീ വരുന്നുണ്ടോ? ഞാൻ ബാക്കിൽ വരാം. ഇല്ല കുഴപ്പമില്ല, ചായ പിന്നെ കുടിക്കാം പിന്നെ കുടിക്കാം. എന്നുവെച്ചാൽ നീ വണ്ടി എടുത്തു വാ. കണ്ടക്കി നാട്ടിലെ ആദ്യത്തെ കളിക്കൂട്ടുകാരനാണ് ഈ പിന്നെ കണ്ടക്കി നാട്ടിലുണ്ടല്ലോ അംബാസഡർ ഡ്രൈവർ ഏറ്റവും കൂടുതൽ ഡ്രൈവിങ് എൻ്റെ കാട്ടിൻ്റെ കല്യാണത്തിലും ഇവിടുത്തെ VIP ഡ്രൈവറായിരുന്നു. അതായത് അബി എന്ന് പറഞ്ഞാൽ VIP ഡ്രൈവർ. അവിടെ പോണെങ്കിൽ അംബാസഡർ എടുത്തിട്ട് അബിയാണ്. എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ ആയിപ്പോയി. അതിനകത്ത് സങ്കടമൊന്നുമില്ല, ഓണം സങ്കടമില്ല. ഉണ്ട് അബി ഇപ്പൊ രണ്ടാളും സന്തോഷത്തിലുണ്ടല്ലോ, അത് വലിയ കാര്യമല്ലേ. നമ്മള് എപ്പോഴും ചങ്കാണ്. കുറേ ആയി നടക്കുകയും ചെയ്യാതെ, അപ്പോൾ ഇവിടെ നടത്തുവാവല്ല. ഇവ നല്ല അവസ്ഥ. ഇത് ചെക്യാട്ടിന്ന് മയ്യിന്ന് അങ്ങോട്ടേക്കാണ് മയ്യിന്ന് ചെക്യാട്ട് വഴി വന്ന് നണിശ്ശേരിക്കടവ് റോഡായിരുന്നു. നണിശ്ശേരിക്കടവ് തളിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണിത്. ആ റോഡിലാണ് ഉള്ളത്. മനുഷ്യേട്ടൻ്റെ പീടി എവിടെയാണ്. ഇവിടെ ഒരു ചോയ്സ്. ഞാൻ അർജൻറ്റീന ഫാനാട്ടോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രസീലിൻ്റെ കാണുമ്പോൾ അത്ര ഒരു സന്തോഷം തോന്നുന്നില്ല. ചോയ്സ് തട്ടുകട മയ്യിൽ ചെക്കിയാട്ട് കാവും മുല്ലക്കട. ഇതാണ് ലോട്ടറിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ലോട്ടറി വെക്കുന്നതാണ്. ഇല്ലെങ്കിൽ എന്നിട്ട് വണ്ടി വന്നിട്ട് നിർത്തുകയെന്ന് വെച്ചിട്ടല്ല, ചായ കുടിക്കാൻ വരുന്നവർ ഇതാക്കും അല്ലേ. അല്ലാണ്ട് ആളുണ്ടോ സ്ഥിരമായിട്ട് മേടിക്കുന്നവർ? കുറച്ച് ആൾ ഉണ്ട് അല്ലേ. വണ്ടീൻ്റെ സൗണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഹോട്ടലിൽ സുഹൃത്താണ്. ആ പണ്ടേയുള്ള സുഹൃത്താണ്. ആ അവൻ്റെ തെറ്റാണ്. ആ ആ ആ വീട് കഴിഞ്ഞാൽ എല്ലാ ഹെൽപ്പിനും എല്ലാ സഹായം ചെയ്തു തരും അല്ലേ. നല്ല ചായക്കടിയെല്ലാം ഉണ്ട്. നമ്മൾ ഈ ലോട്ടറീൻ്റെത് ആൾക്കാർ പുറത്തുനിന്ന് ഇപ്പോൾ ആയിരിക്കെങ്കിലും നമ്മൾ ലോട്ടറി വേണമെങ്കിൽ ഭയങ്കര സൗണ്ടാട്ടോ വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട്. ലോട്ടറി വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മളിപ്പം ഇപ്പോൾ വീഡിയോ കാണുന്ന എവിടെയെങ്കിലും ഉള്ളവരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർക്കൊരു ലോട്ടറി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്പർ അഭിനേഷേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കാം ഞാൻ. അപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെക്കും. അടിച്ചു കഴിഞ്ഞാൽ അഭിനേഷേട്ടൻ കൊണ്ടു കൊടുക്കും. ദൂരെയാണെങ്കിൽ ഞാനത് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേയിലേക്ക് അയച്ചു തരും ഉറപ്പായിട്ട്. അത് ഞാൻ ചെയ്തു തരും, ഉറപ്പായിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മളൊന്ന് അഭിനേഷേട്ടനെ എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. അഭിനേഷേട്ടനെ ഇനി നമ്മളെ വിക്കീറിനെ വലുതാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് കൂടെ നിൽക്കുക, അഭിനേഷേട്ടനും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു നമ്മൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിട്ടും ജീവിതത്തിൽ തളരാണ്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അഭിനേഷേട്ടൻ. അപ്പോൾ അഭിനേഷേട്ടൻ്റെ ഇടത്തും വലത്തും മുമ്പിലും ബാക്കിലെല്ലാം നിന്നിട്ട് നമുക്കും പൊരുതാം. അതുപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഈ ലോട്ടറി അതുപോലുള്ളത് പ്രൊമോട്ട് ചെയ്യരുതെന്ന് എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ
നമ്മളിപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ എല്ലാം ഇതിലുള്ള വരുന്നതല്ലേ, എനിക്കറിയില്ല. ഇനിയിപ്പോൾ 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെ എല്ലാം പ്രൊമോഷൻ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട് പല കടകളെയും അതിൻ്റെ എല്ലാം. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു ലോട്ടറിൻ്റെ ഇത് വീഡിയോ ചെയ്തതിനെ കൊണ്ട് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ചിരിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ എന്തായാലും അഭിനേഷേട്ടൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നവരും ഉറപ്പായിട്ടും അഭിനേഷേട്ടൻ്റെ കൂടിയുണ്ട്. ഇനി അതല്ല വേറെ എന്താ ആവശ്യമുണ്ടെങ്കിൽ തന്നെ എപ്പോൾ വിളിക്കുന്നവരെ വിളിക്കുക. നല്ല അടിപൊളിയായിട്ട് ഇതിനൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഈ കണ്ടതാണ് അഭിനേഷേട്ടൻ്റെ ജീവിതം. ഞാൻ ഒരിക്കലും ലോട്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ലോട്ടറി അഡിക്ഷനാണെന്നൊക്കെ എനിക്കറിയാം. മറ്റുള്ളവരുടെ കണ്ണിൽ ഇതെങ്ങനെ ശരിയാവുമോ ഒന്നും എനിക്കറിയില്ല. വിമർശിക്കുന്നവരുണ്ടാവും, വിമർശിക്കാം. എനിക്ക് എൻ്റെ കണ്ണിൽ ശരിയും തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ലോട്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ വീണ്ടും പറയാം, ലോട്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷേങ്കിൽ ശരീരം മുഴുവനായാലും തളർന്ന ഒരാൾക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് മൂപ്പര് ഈ ജോലി ചെയ്യുന്നത്. ഒരു സഹായം ആരെയും മുന്നിൽ സഹായത്തിന് കൈ നീട്ടാണ്ട് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അഭിനേഷേട്ടൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കാവുമെങ്കിൽ ഒരു ലോട്ടറി ഒരു ദിവസം കാണുന്നതിൻ്റെ അകത്ത് ഒരാളെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വിജയമായിട്ട് ഞാൻ കാണും. ഒരു ദിവസവും ഒരു ലോട്ടറി അവർക്ക് ഓരോ നമ്പർ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അഭിനേഷേട്ടൻ്റെ. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോട്ടറി എടുത്ത് മാറ്റി വെക്കും. ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുത്താൽ മതി. അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഗൂഗിൾ പേയിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു മോനുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെ നടക്കുന്നൊരു കുടുംബമാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഭിനേഷേട്ടനും കരകയറും. നമുക്കാകുന്ന അതല്ലേ ചെയ്യാൻ പറ്റും, നമുക്ക് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഒരുപാട് ദുരന്തങ്ങളോ പ്രളയങ്ങളോ വരുന്നതിന് മുമ്പും നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് സഹായിക്കാനും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഒരു വലിയ ദുരന്തം കാര്യങ്ങളെല്ലാം എല്ലാവരെയും ജീവിതത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. നമ്മളോട് സഹായം ചോദിച്ചിട്ട് വരുന്നവരെ അവസാന പ്രതീക്ഷയായിരിക്കും ചിലപ്പോൾ നമ്മൾ. അപ്പോൾ അത് നമ്മൾ കാണാണ്ട് നിൽക്കരുത്. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.